ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് പദ്ധതികൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. PSCയിൽ 1 മാർക്ക് എപ്പോഴും ചോദിക്കുന്ന, 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിനും ഒക്കെ നിരന്തരം കാണുന്ന ഒരു ടോപ്പിക്കാണ് ഈ പദ്ധതികൾ. അതിൽ പല സെക്ഷനുണ്ട്. ഭിന്നശേഷിക്കാർക്കുണ്ട്, അതുപോലെ തന്നെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുട്ടികൾക്ക്, മുതിർന്നവർക്ക്, വയോജനങ്ങൾക്ക്, അങ്ങനെ സ്ത്രീകൾ, ഇങ്ങനെ കുറേ രീതിയിലുണ്ട് ടോപ്പിക്ക്. അപ്പം ഇതെപ്പോഴും 1 മാർക്ക് ചോദിക്കുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞ് ഇതിൻ്റെ പോകാം. അപ്പം ഒന്നാമത് ഭിന്നശേഷിക്കാർക്കുള്ള ഒരു പദ്ധതിയാണ് വിദ്യാജ്യോതി. അപ്പോൾ എന്താണ് വിദ്യാജ്യോതി? ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് എന്ത് നൽകുന്നു? യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവ വാങ്ങിക്കാൻ വേണ്ടി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത്? വിദ്യാജ്യോതി. ഓക്കെ. ഇനി ഇതിനകത്ത് പ്രത്യേകത BPL വിദ്യാർത്ഥികൾക്കാണ് മുൻഗണന കേട്ടോ. BPL വിദ്യാർത്ഥികൾക്കാണിത് പദ്ധതി പ്രകാരം മുൻഗണന നൽകുന്നത്. അതായത് 40% അതിലധികമോ എന്തുണ്ടായിരിക്കണം? വിദ്യാജ്യോതി പദ്ധതിക്ക് 40% അതിന് മുകളിലോ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് ലഭ്യമാകത്തുള്ളൂ. ഓക്കെ. അപ്പം ഇതൊന്ന് ഓർക്കുക. വിദ്യാജ്യോതി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്കാണ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് എന്ത് നൽകുന്നു? പഠന ഉപകരണങ്ങളും യൂണിഫോം നൽകുന്ന, ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് വിദ്യാജ്യോതി. ഓക്കെ. അടുത്ത നമുക്ക് നോക്കാം വിദ്യാകിരണം. എന്താണ് വിദ്യാകിരണം? ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതി. ഇനി ഇത് എന്താണ്? ഭിന്നശേഷിക്കാരാണ്, പക്ഷേ ഭിന്നശേഷി ആർക്കാണുള്ളത്? ഭിന്നശേഷിയുള്ള മാതാപിതാക്കൾക്കാണ്. അപ്പം ഭിന്നശേഷിയുള്ള മാതാപിതാക്കൾക്കാണെങ്കിൽ അത് വിദ്യാകിരണമാണ് കേട്ടോ. ഈ പദ്ധതി പ്രകാരം എന്താണ്? കുട്ടികൾക്ക് ക്ലാസ്സുകളുടെ അടിസ്ഥാനത്തിൽ 10 മാസത്തേക്ക് സ്കോളർഷിപ്പ് ലഭിക്കും കേട്ടോ. അതായത് അതൊക്കെ ഓർത്ത് വെക്കുക. വിദ്യാകിരണ പദ്ധതി പ്രകാരം കുട്ടികൾക്ക് ക്ലാസ്സുകളുടെ അടിസ്ഥാനത്തിൽ 10 മാസത്തേക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. 10 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് 500 രൂപ, 1 മുതൽ 5 വരെയാണെങ്കിൽ എത്ര? 300, 6 മുതൽ 10 വരെയാണെങ്കിൽ 500, +1 ITI തത്തുല്യ മറ്റ് കോഴ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് 750 രൂപ. ഇപ്പം ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. എന്നാലും ഇത് ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം അല്ലെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം. മറ്റേന്താണ്? വിദ്യാജ്യോതി ഭിന്നശേഷിയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്. വിദ്യാകിരണം ആർക്കാണ്? ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനായി നൽകുന്ന ധനസഹായമാണ് വിദ്യാകിരണം. ഇനി വിജയാമൃതം നോക്കാം. വിജയാമൃതം എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് വിജയാമൃതം? ന്യൂനതകളോട് പൊരുതി ബിരുദ അല്ലെങ്കിൽ ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടുന്നവർക്ക് അല്ലേ? ഭിന്നശേഷിക്കാർ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടില്ലേ? എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ട് അല്ലേ? ഭിന്നശേഷിയുള്ളവർക്ക് എന്ത് ചെയ്തു? ആ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് ഉന്നത വിജയം നേടുന്നവർക്ക് എന്താ? അതായത് ബിരുദാനന്തരമൊക്കെ നേടി പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ഉന്നത വിജയത്തോട് ലഭിക്കുന്നവർക്ക് ഒരു ക്യാഷ് അവാർഡ് നൽകുന്നു. അപ്പോൾ ഇതാണ് വിജയാമൃതം. ഒരു അമൃതം നൽകുന്നു വിജയിച്ചതിന്. ആർക്കാണ്? ഭിന്നശേഷിക്കാർക്ക്. അതൊക്കെ ഓർത്ത് വെക്കുക. അടുത്തയാണ് മാതൃജ്യോതി. മാതൃജ്യോതി എന്താണ്? ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് എന്ത്? പ്രസവാനന്തരം കുഞ്ഞിനെ എന്താണ് പരിപാലിക്കാനുള്ള ധനസഹായ പദ്ധതി. അതായത് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് എന്താണ്? പ്രസവ ശേഷം എന്താണ്? കുഞ്ഞിനെ, അതായത് കുഞ്ഞിന് 2 വയസ്സാവുന്നത് വരെ എന്താ പരിപാലിക്കാനുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഈ മാതൃജ്യോതി. ഓക്കെ. വരുമാന പരിധി 1 ലക്ഷം രൂപയൊക്കെയാണെന്ന് പറയുന്നു. പിന്നെന്താണ്? ഗുണഭോക്താക്കൾ 40% അതിന് മുകളിലോ ഭിന്നശേഷി ഉണ്ടായിരിക്കുന്നവരായിരിക്കണം. ഓക്കെ. അതാണ് മാതൃജ്യോതി. അടുത്താണ് നിരാമയ. നിരാമയ എന്താണ്? ഭിന്നശേഷിക്കാർക്കായി ഏർപ്പെടുത്തിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെപ്പോഴും ചോദിച്ചിട്ടുണ്ട്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഭിന്നശേഷിക്കാർക്കായി ഏർപ്പെടുത്തിയ ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. അപ്പോൾ അത്രയും ഓക്കെ അല്ലേ? നെക്സ്റ്റ് കുട്ടികൾക്കായിട്ടുള്ള പദ്ധതികളാണ്. ഒന്നാമത് ക്യാൻസർ സുരക്ഷ. എന്താണ് ക്യാൻസർ സുരക്ഷ? 18 വയസ്സിന് താഴെയുള്ള ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ. അപ്പം 18 വയസ്സിന് താഴെയാണെങ്കിൽ അത് ക്യാൻസർ സുരക്ഷ എന്ന് പറഞ്ഞ പദ്ധതിയാണ്. ഇനി അടുത്തത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ദീർഘകാലത്തേക്ക് ചിലവേറിയ ചികിത്സ തേടി വരുന്നവർക്ക് ചെലവ് പരിമിതപ്പെടുത്തിയിട്ടില്ല. 2008 നവംബർ 1 ശേഷം ക്യാൻസർ ചികിത്സയ്ക്കായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഗുണഭോക്താക്കൾ.
ചികിത്സ ആരംഭിച്ചതിന് ശേഷം 18 വയസ്സ് പൂർത്തിയാവുകയാണെങ്കിൽ പദ്ധതിയുടെ സഹായങ്ങൾ 19 വയസ്സ് വരെ മാത്രമായി ഇരിക്കും നീട്ടി കിട്ടുക. അപ്പം ജസ്റ്റ് നോക്കുക, 18 വയസ്സിന് താഴെയുള്ള ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ. അടുത്ത താലോലം, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ താലോലം എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. താലോലം പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം അസ്ഥി വൈകല്യങ്ങൾ തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ. ഓക്കെ. അപ്പം ചികിത്സാ ചെലവുകൾ വഹിക്കാൻ കഴിയാത്ത കുടുംബങ്ങളിലെ കുട്ടികൾക്ക്, അതായത് APL BPL വ്യത്യാസമില്ലാതെ പദ്ധതിയുടെ പ്രയോജനം, അത് APL BPL വ്യത്യാസമില്ലാതെ ഈ സഹായം നൽകുന്നു. ഇതായത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥി വൈകല്യം എന്നീ വിട്ടുമാറാത്ത രോഗങ്ങൾ ബാധിച്ച 18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കായിട്ടുള്ള പദ്ധതിയാണ് താലോലം. അടുത്ത ഇതും ചോദിച്ചതാണ്, സ്നേഹപൂർവ്വം. മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് സാമ്പത്തിക പരാധീനത മൂലം സംരക്ഷണം സാധ്യമാക്കാതെ വരികയും ചെയ്യുന്ന കുട്ടികൾക്ക്, അതായത് മാതാപിതാക്കൾ ഇരുവരും അതിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാലും ആ കുട്ടികളെ നോക്കണ്ടേ, അപ്പോൾ അവർക്ക് വേണ്ടി ഒരു പദ്ധതിയാണ് സ്നേഹപൂർവ്വം. ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇതേ സെൻറ്റൻസ് ചോദിച്ചിട്ടുണ്ട്, അത് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത പദ്ധതിയിലേക്ക് പോകാം. വയോജനങ്ങൾക്കായുള്ള പദ്ധതി. ഓക്കെ. ഒന്നാമത് മന്ദഹാസം, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചാണ് മന്ദഹാസം കേട്ടോ. അതായത് എന്താ, വാർദ്ധക്യത്തിൽ കൃത്രിമ പല്ലുകൾ വയ്ക്കാനുള്ള സാഹചര്യം ഇല്ലാതെ പോകുന്ന ദരിദ്രരേഖ, അത് BPL അല്ലേ, അവർക്ക് എന്താണ് 60 വയസ്സ് പൂർത്തിയായവർക്ക് സൗജന്യമായി കൃത്രിമ ദന്ത നിര വെച്ചു കൊടുക്കുന്ന പദ്ധതി കേട്ടോ. അപ്പോൾ ഇതാണ് മന്ദഹാസം. മന്ദഹാസം ചോദിച്ചാണ്, അതായത് മന്ദഹാസം വേണമെങ്കിൽ പല്ല് വേണം. അപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് 60 വയസ്സ് പൂർത്തിയായവർക്ക് സൗജന്യമായി കൃത്രിമ ദന്ത നിര വെച്ചു കൊടുക്കുന്ന പദ്ധതി. അടുത്തയാണ് സായംപ്രഭ ഹോം. ഇപ്പോൾ സായംപ്രഭ ഹോം എന്ന് പറഞ്ഞാൽ എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തി വരുന്ന പകൽ പരിപാലന കേന്ദ്രത്തിലൂടെ മുതിർന്ന പൗരന്മാർക്ക് വിവിധ സേവനങ്ങൾ ലഭ്യമാക്കാനായി സാമൂഹ്യ നീതി വകുപ്പ്. അപ്പോൾ ഇതാരാണ് സായംപ്രഭ ഹോം സംഘടിപ്പിക്കുന്ന? സാമൂഹ്യ നീതി വകുപ്പാണ്. എന്താണ്? മുതിർന്ന പൗരന്മാർ വീടുകളിൽ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ ഒഴിവാക്കുക എന്നതൊക്കെയാണ്. അതായത് അവർ ആ മാനസിക ഉല്ലാസ പരിപാടിയിൽ അവരെ പങ്കാളികളാക്കി എന്ത് ചെയ്യുക, അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരാണ് ഗുണഭോക്താക്കൾ. കണ്ട് 60 ആ വയസ്സിന് ഇമ്പോർട്ടൻസ്, ഇപ്പോൾ ഒരു പ്രായത്തിൻ്റെ ഇതാണ് പറയുന്നത്. 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർ ഗുണഭോക്താക്കളാണ്. ഇതാരാണ് സംഘടിപ്പിക്കുന്നത്? സാമൂഹ്യ നീതി വകുപ്പാണ് സായംപ്രഭ ഹോം. അപ്പം അടുത്ത പദ്ധതിയാണ് വയോമിത്രം. ഇതും ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചാണ് വയോമിത്രം. സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് ഊന്നൽ നൽകുന്ന ആരംഭിച്ച പദ്ധതി കേട്ടോ. അതായത് അവരുടെ ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു ഊന്നൽ നൽകിയ ഒരു പദ്ധതിയാണിത്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾക്കാണ് വയോമിത്രം. ഇപ്പോൾ ഇത് 65. ഓക്കെ. സൗജന്യ സേവനങ്ങൾ അർഹത ലഭിക്കും. പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സംയുക്ത സംരംഭമാണ് ഇത് നടപ്പിലാക്കുന്നത്. മൊബൈൽ ക്ലിനിക്കുകൾ മൊബൈൽ ക്ലിനിക്കുകളുണ്ട്, പാലിയേറ്റീവ് കെയർ, ഹെൽപ്പ് ഡെസ്ക്, കൗൺസിലിംഗ് സേവനം, അങ്ങനെ സൗജന്യ മരുന്നുകൾ, ഇതെല്ലാം ഇതിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. അപ്പം ഇത് വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് മന്ദഹാസം, സായംപ്രഭ ഹോം, വയോമിത്രം. ഇനി അടുത്തത് സ്ത്രീകൾക്കായിട്ടുള്ള പദ്ധതി. ഒന്നാമത്തെ അഭയകിരണം. എന്താണ് അഭയകിരണം? റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് അഭയകിരണം. എന്താണ്? സ്വന്തമായി വീടോ സ്ഥിര വരുമാനമോ ഇല്ലാതെ സ്ഥാനമില്ലാതെ കഴിയുന്ന വിധവകളായ സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അവരെ സംരക്ഷിക്കാനും വേണ്ടി ആരംഭിച്ച പദ്ധതി. അതായത് സ്വന്തമായിട്ട് അവർക്ക് വീടും ഒന്നുമില്ല, അപ്പോൾ അവർക്കൊരു അഭയം വേണം. അപ്പോൾ ആ അഭയസ്ഥാനം ഒരുക്കി കൊടുക്കുക. വിധവകളായ സ്ത്രീകളാണ് ഗുണഭോക്താക്കൾ. ഓക്കെ. അപ്പം ഈ പദ്ധതി പ്രകാരം എന്താണ്? വിധവകളെ സംരക്ഷിക്കുന്ന കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിക്ക് പ്രതിമാസം 1000 രൂപ, അപ്പോൾ ആ വിധവയെ സംരക്ഷിക്കുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യും? പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകും. ഓക്കെ. ഇനി ഇതിൻ്റെ പ്രത്യേക ഗുണഭോക്താക്കൾക്കായി തിരഞ്ഞെടുക്കുന്ന അഗതികളായ സ്ത്രീകൾക്ക് 50 വയസ്സിന് മേൽ പ്രായം വേണം. പരിധി കണ്ടോ? 50 വയസ്സിന് മേൽ പ്രായമുള്ള സ്ത്രീകളെയാണ് അഭയകിരണം പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾ. ഓക്കെ. ഇനി അടുത്തതാണ് മംഗല്യ എന്ന് പറയുന്നത്. ആ പേര് തന്നെയുണ്ട്, ഒരു വിവാഹമായിട്ട് ബന്ധപ്പെട്ട ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിധവകൾ, നിയമപരമായ വിവാഹബന്ധം വേർപെടുത്തിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് 25,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്.
മംഗല്യ ഇമ്പോർട്ടൻ്റ് ആണ്. ദാരിദ്ര്യ BPL എന്താണ് BPLകാർക്ക് എന്താണ് വിധവകളായിരിക്കണം. പിന്നെ അല്ലാതെ വിവാഹമോചനം നേടിയ നിയമപരമായ വിവാഹമോചനമൊക്കെ നേടിയവർക്കൊക്കെയാണ് ഈ പദ്ധതി പ്രകാരം എത്ര 25,000 രൂപ ധനസഹായം നൽകുന്നു. മംഗല്യ എന്തിനാ പുനർവിവാഹത്തിന് വേണ്ടി. ഓക്കെ, ഇനി അടുത്താണ് സഹായഹസ്തം പദ്ധതി. സഹായഹസ്തം പദ്ധതി എന്താണ്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ ധനസഹായം നൽകുന്നു. എന്താണ്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെയുള്ള, അതായത് BPLകാർക്ക് തന്നെയാണ്. BPLകാർക്ക് തന്നെ എന്താണ്? വിധവകളില്ലേ 55 വയസ്സിന് താഴെയുള്ള അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തണം. അവർക്കൊരു ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു സാമ്പത്തിക സാമ്പത്തിക ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സഹായഹസ്തം. 2018 സെപ്റ്റംബർ 11 നിലവിൽ വന്ന സഹായഹസ്തം പദ്ധതിയിലൂടെ 30,000 രൂപ ഒറ്റത്തവണ സഹായമായി അനുവദിക്കും. ഒരു ജില്ലയിൽ 10 പേർക്ക് വീതമാണ് സഹായം. കണ്ടോ, അതാണ് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇതിനാണ് ഉപഭോക്താക്കൾക്കാണ് കൊടുക്കുന്നത്. 2018 സെപ്റ്റംബർ 11 നിലവിൽ വന്ന സഹായഹസ്തം പദ്ധതി. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ ഒന്നും കൂടെ അതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതി ഏതാണ്? വിദ്യാജ്യോതി. പിന്നെ വിദ്യാജ്യോതി അറിയാമല്ലോ, യൂണിഫോം പഠനോപകരണങ്ങളൊക്കെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പദ്ധതിയായിരുന്നു. പിന്നെ രണ്ടാമത് വിദ്യാകിരണം, അത് ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് നല്ല സഹായം. വിജയാമൃതം അറിയാമല്ലോ, ബിരുദം ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സ് നേടി ഭിന്നശേഷിക്കാർക്ക് ഒരു ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതി. മാതൃജ്യോതി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് അവരുടെ കുഞ്ഞിനെ പരിപാലിക്കാനുള്ള ധനസഹായം നൽകുന്ന പദ്ധതി. നിരാമയ എന്ന് പറഞ്ഞ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ളത്. രണ്ടാമത്തെ കുട്ടികൾക്കായിട്ടുള്ള പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്താണ് സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന പദ്ധതി. രണ്ടാമത് താലോലം, ഹൃദയ സംബന്ധമായതും നാഡീരോഗങ്ങൾ, അതുപോലെ സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥി രോഗങ്ങൾ, ഇതിലെ അങ്ങനെ വൈകല്യങ്ങളൊക്കെ വിട്ടുമാറാത്ത രോഗങ്ങൾ, ഇതൊക്കെ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള പദ്ധതിയാണ്. 2010 ജനുവരി 1 പദ്ധതി പ്രാബല്യത്തിൽ വന്നതെന്ന് ഓർക്കുക. സ്നേഹപൂർവ്വം പദ്ധതി അറിയാലോ, മാതാപിതാക്കൾ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ 2 പേരും മരിച്ചവർക്ക് എന്താണ് ആ കുട്ടികൾക്ക് നൽകുന്ന സാമ്പത്തിക അവർക്ക് നൽകുന്നൊരു ധനസഹായ പദ്ധതിയാണ് അല്ലേ. അടുത്ത പദ്ധതി വയോജനങ്ങൾക്കായുള്ള പദ്ധതിയാണ്. ഒന്നാമത് മന്ദഹാസം, കൃത്രിമ ദന്ത നിര വെച്ച് കൊടുക്കുന്നു. 60 വയസ്സിന് താഴെയുള്ള വൃദ്ധരാണ് ഇതിൻ്റെ വയോജനങ്ങളാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ. സ്വയംപ്രഭ ഹോം അറിയാം, സാമൂഹ്യനീതി വകുപ്പ് നടത്തുന്നു. അപ്പം 60 വയസ്സ് കഴിഞ്ഞ് മുതിർന്ന പൗരന്മാർക്ക് അവർക്കൊരു ഒറ്റപ്പെടൽ ഒഴിവാക്കുക, പോഷകാഹാരം ഉറപ്പുവരുത്തുക, മാനസികാരോഗ്യം അങ്ങനെ മെച്ചപ്പെടുത്തുക, ഇതൊക്കെ ലക്ഷ്യം. വയോമിത്രം അറിയാമല്ലോ, സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് ഊന്നൽ നൽകുന്നു. അതായത് ആരോഗ്യ സംരക്ഷണം വേണ്ടി 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികളാണ് ഉപഭോക്താക്കൾ. അടുത്ത സ്ത്രീകൾക്കായിട്ടുള്ള പദ്ധതി ഏതാണ്? അഭയകിരണം. വിധവകളായ സ്ത്രീകൾക്ക് വീടോ സ്ഥലമോ ഒന്നുമില്ല, ഒറ്റപ്പെട്ടവർക്ക് അവരെ സംരക്ഷിക്കുന്നവർക്ക് 10,000 രൂപ ധനസഹായം. 50 വയസ്സിന് മേൽ പ്രായം വേണമെന്നൊക്കെയുള്ള മാനദണ്ഡമുണ്ട്. പിന്നെ മംഗല്യ എന്താണ്? BPL അല്ലേ, വിധവകൾക്ക്. പിന്നെ നിയമപരമായ വിവാഹം ഏർപ്പെടുത്തിയവർക്ക് എന്നിവർക്ക് 25,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി മംഗല്യ. പിന്നെ സഹായഹസ്തം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ നൽകുന്ന പദ്ധതി സഹായഹസ്തം. 2018 സെപ്റ്റംബർ 11 ഇതിൽ വന്നു. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ നിന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ രീതിയിൽ തന്നെ അങ്ങ് പഠിച്ചോണം. എന്തായാലും 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കൊക്കെ വന്നാൽ ഉറപ്പിക്കാവുന്നൊരു ടോപ്പിക്കാണ് ഈ പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പം കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റിലൂടെ ലൈക്കിലൂടെയൊക്കെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റിലൂടെ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് ഇനി വേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്യുക. അതുപോലെ ക്ലാസ്സുകൾ എടുത്ത് തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇതിലൂടെ നമുക്ക് 2026 ഉള്ള പരീക്ഷകൾക്കെല്ലാം വേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം പഠിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് 2026 ഒരു ഗവൺമെൻറ് ജോലി എന്നൊരു ലക്ഷ്യം നേടിയെടുക്കാനുള്ള വേണ്ടി എന്ത് ടോപ്പിക്സാണോ വേണ്ടത് എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. അതുപോലെ ക്ലാസ്സുകളെല്ലാം എടുത്തു തരുന്നതായിരിക്കും. സോ താങ്ക് യു.